ഇറാനുമായിട്ട് ഒരു കരാർ ഉണ്ടാകാൻ വലിയ സാധ്യതയുണ്ടെന്നും ഇപ്പോൾ നടക്കുന്ന സംഘർഷം പെട്ടെന്ന് തന്നെ അവസാനിക്കുമെന്നുമാണ് പ്രസിഡന്റ് ട്രംപ് പറയുന്നത്. സംഘർഷാവസ്ഥ നിലനിൽക്കുന്നുണ്ടെങ്കിലും യുഎസിന്റെ ഭാഗത്തുനിന്നുള്ള മിലിറ്ററി ഓപ്പറേഷൻസ് ഇപ്പോൾ നിർത്തിവച്ചിരിക്കുന്നതിനാൽ തന്നെ ഹോർമുസ് കടലിടുക്കിലൂടെയുള്ള കപ്പൽ ഗതാഗതം ഉറപ്പാക്കുമെന്നാണ് ഇറാൻ പറയുന്നത്. ബെയ്റൂട്ടിലെ തെക്കൻ പ്രാന്തപ്രദേശങ്ങളിൽ ഇസ്രയേൽ ആക്രമണം നടത്തി. ഏപ്രിൽ 17 ശേഷം ആദ്യമായാണ് ഇത്തരത്തിലൊരു ആക്രമണം നടത്തുന്നത്. ഹിസ്ബുള്ളയുടെ ഒരു കമാൻഡറെ ലക്ഷ്യം വെച്ചാണ് ഇത്തരത്തിലൊരു ആക്രമണം നടത്തിയതെന്നാണ് ഇസ്രയേൽ വ്യക്തമാക്കുന്നത്. ക്രൂസ് ഷിപ്പായ MV ഹോണ്ടിയസിൽ ഉണ്ടായ ഹന്ത വൈറസ് ബാധയെപ്പറ്റിയുള്ള ഒരു അന്വേഷണം ഇപ്പോൾ അർജന്റീനയും സ്പെയിനും ചേർന്ന് ആരംഭിച്ചിരിക്കുകയാണ്. ആണവായുധങ്ങൾ നിയന്ത്രിക്കാനായി അന്താരാഷ്ട്ര തലത്തിൽ ഉള്ള നിയമങ്ങളൊന്നും തന്നെ ഇനി തങ്ങൾക്ക് ബാധകമല്ല എന്നാണ് നോർത്ത് കൊറിയയുടെ ഇപ്പോഴത്തെ നിലപാട്. ദക്ഷിണ കൊറിയയിലെ മാർഷൽ ലോ കേസുമായി ബന്ധപ്പെട്ട് ശിക്ഷിക്കപ്പെട്ടിരുന്ന മുൻ പ്രധാനമന്ത്രി ഹാൻ ഡക് സുവിന്റെ തടവ് ശിക്ഷ 15 വർഷമായിട്ട് കുറച്ചുകൊണ്ട് അപ്പീൽ കോടതിയുടെ വിധി ഇപ്പോൾ വന്നിരിക്കുന്നു. വലിയ തോതിലുള്ള സൈനിക ആക്രമണങ്ങൾ ഉണ്ടാകാൻ ചാൻസ് ഉള്ളതുകൊണ്ട് കീവിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കാൻ ഇപ്പോൾ ഡിപ്ലോമാറ്റ്സിനോട് ആവശ്യപ്പെട്ടിരിക്കുകയാണ് റഷ്യ. വെസ്റ്റ് ബംഗാളിൽ മമതാ ബാനർജിയെ തോൽപ്പിച്ചത് സുവേന്ദു അധികാരിയാണ്. ഈ സുവേന്ദു അധികാരിയുടെ വിജയത്തിന് പിന്നിൽ പ്രവർത്തിച്ചു എന്ന് പറയപ്പെടുന്ന അദ്ദേഹത്തിന്റെ ഏറ്റവും അടുത്ത അനുയായിയായ ചന്ദ്രനാഥ് രഥ് കഴിഞ്ഞ ദിവസം രാത്രി കൊല്ലപ്പെട്ടിരിക്കുന്നു. ഏകദേശം 10:30 അദ്ദേഹത്തെ കൊലപ്പെടുത്തിയത്. ബൈക്കിൽ വന്ന ആളുകൾ അദ്ദേഹത്തെ പോയിന്റ് ബ്ലാങ്കിൽ ഫയർ ചെയ്യുകയായിരുന്നു. അദ്ദേഹത്തിന്റെ വാഹനം തടഞ്ഞു നിർത്തുകയും അദ്ദേഹത്തിന് നേരെ വെടിയുതിർക്കുകയും ചെയ്യുകയായിരുന്നു. ഈ ആക്രമകാരികൾ പോകുന്നതിന് മുമ്പ് ഏകദേശം 12 റൗണ്ട്സോളം ഈ ഒരു വാഹനത്തിന് നേരെ വെടിയുതിർത്ത ശേഷമാണ് ആ സ്ഥലത്ത് നിന്ന് പോയത്. ഉടൻ തന്നെ ഇദ്ദേഹത്തെ ഹോസ്പിറ്റലിൽ എത്തിച്ചു എങ്കിലും രക്ഷിക്കാനായില്ല. ഇതിനെ തുടർന്ന് തൃണമൂൽ കോൺഗ്രസും BJPയും തമ്മിലുള്ള സംഘർഷം തുടരുകയാണ്. ഏകദേശം 400ഓളം പേരെയാണ് പോലീസ് ഇതിനകം അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. എന്നാൽ തൃണമൂൽ കോൺഗ്രസ് പറയുന്നത് ഈ ആരോപണങ്ങൾ അവർ നിഷേധിക്കുകയാണ്. തമിഴ്നാട്ടിൽ വിജയുടെ പാർട്ടിയായ TVK വിജയിച്ചിരിക്കുന്നത് 108 സീറ്റുകളിലാണ്. അദ്ദേഹത്തിന് ഒരു ഗവൺമെന്റ് ഫോം ചെയ്യുന്നതിന് ആവശ്യമായ സീറ്റ്സ് 118 ആണ്. അപ്പോൾ 10 സീറ്റിന്റെ കുറവുണ്ട്. അദ്ദേഹത്തിന് കോൺഗ്രസിന്റെ പിന്തുണ ലഭിച്ചിരിക്കുന്നു. 5 സീറ്റുകളാണ് കോൺഗ്രസിൻ്റെത് ഉള്ളത്. ഇപ്പോൾ അദ്ദേഹത്തിന്റെ കൈവശം 113 സീറ്റുകളുണ്ട്. 113 MLA-മാരുടെ പിന്തുണയുണ്ട്. അദ്ദേഹം കഴിഞ്ഞ ദിവസം ഗവർണറെ പോയി ചെന്ന് കണ്ടു. എന്നാൽ ഗവർണർ പറയുന്നത് 118 MLA-മാരുടെ പിന്തുണക്കത്ത് ഉണ്ടെങ്കിൽ മാത്രമേ അദ്ദേഹത്തിനെ ഗവൺമെന്റ് ഫോം ചെയ്യാൻ അനുവദിക്കുകയുള്ളൂ, അദ്ദേഹത്തെ സത്യപ്രതിജ്ഞ ചെയ്യാൻ അനുവദിക്കൂ എന്നാണ് ഗവർണർ പറയുന്നത്. ഇന്നും വിജയ് 2 പ്രാവശ്യം ഗവർണറെ പോയി കണ്ടിരുന്നു. എന്നാൽ ഗവർണർ അദ്ദേഹത്തിന്റെ നിലപാടിൽ ഉറച്ചു നിൽക്കുന്നു. ഇനി DMKയുടെ നിലപാട് എന്താണെന്ന് നോക്കാം. DMKയുടെ MK സ്റ്റാലിൻ അദ്ദേഹം വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ഒരു നിലപാടാണ് എടുത്തിരിക്കുന്നത്. അദ്ദേഹം പറയുന്നത് അദ്ദേഹത്തിന്റെ കൂടെയുള്ള സഖ്യകക്ഷികളിൽ ആർക്ക് വേണമെങ്കിലും വിജയെ സപ്പോർട്ട് ചെയ്യാം എന്നും അദ്ദേഹം വിജയെ ഗവൺമെന്റ് ഫോം ചെയ്യാൻ അനുവദിക്കുമെന്നും ഒരു 6 മാസത്തേക്ക് വളരെ പീസ്ഫുൾ ആയിട്ട് ഭരിക്കുവാൻ അനുവദിക്കുമെന്നുമാണ് അദ്ദേഹം പറയുന്നത്. അദ്ദേഹം AIDMKയുമായിട്ട് ചേർന്ന് ഒരു 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 സഖ്യത്തിൽ ഏർപ്പെടാൻ അദ്ദേഹം ഇപ്പോൾ ആലോചിക്കുന്നില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. ഇനി AIDMKയുടെ ഭാഗത്ത് നോക്കിക്കഴിഞ്ഞാൽ അവരുടെ MLA-മാരെ എല്ലാവരെയും തന്നെ ഇപ്പോൾ പുതുച്ചേരിയിലെ ഒരു റിസോർട്ടിലേക്ക് മാറ്റിയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ വരും ദിവസങ്ങളിൽ കാത്തിരുന്ന് കാണേണ്ടി വരും എപ്രകാരമാണ് വിജയ് തമിഴ്നാട്ടിൽ ഒരു ഗവൺമെന്റ് ഫോം ചെയ്യാൻ പോകുന്നതെന്ന്. ആരാകും കേരളത്തിന്റെ മുഖ്യമന്ത്രി എന്ന കാര്യത്തിൽ ഇതുവരെ ഒരു തീരുമാനം UDFന്റെ സൈഡിൽ നിന്ന് ഉണ്ടായിട്ടില്ല. KC വേണുഗോപാൽ, VD സതീശൻ, രമേശ് ചെന്നിത്തല എന്നിവരാണ് പരിഗണനയിലുള്ളത്. VD സതീശൻ പറയുന്നത് അദ്ദേഹത്തെ മുഖ്യമന്ത്രിയാക്കിയില്ലെങ്കിൽ അദ്ദേഹം ഒരു സാധാരണ MLA ആയി തുടരും എന്നാണ്.